ഹലോ, സ്പൈസസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. അപ്പോൾ അതിന് ആദ്യം തന്നെ ഒരു ബൗളൊന്ന് എടുത്ത് വയ്ക്കാം. അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര കപ്പ് കടലമാവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു അര ടീസ്പൂൺ തന്നെ വേണ്ട, അപ്പോൾ അതിലും കുറച്ചൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അജ്വൈനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ മുറുക്കൊക്കെ തയ്യാറാക്കുമ്പോൾ എടുക്കുന്ന അയമോദകം, അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് നമുക്ക് എരിവിനായിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഓയിൽ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പാകത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ മാവൊന്ന് തയ്യാറാക്കാൻ നമുക്കൊരു അര കപ്പ് വെള്ളമാണ് കറക്റ്റായിട്ട് വേണ്ടത്. അപ്പോൾ മാവ് ഇപ്പോൾ ഇതേപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കുറച്ച് ടൈം കൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഓയിൽ കൂടി ഒന്ന് ചേർത്ത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് മാവ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ആയി കിട്ടണം. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ചെറിയ സൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാതും ഏകദേശം ഒരേ സൈസായിരിക്കും. അപ്പോൾ എല്ലാതും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഓരോന്നും ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി വെക്കണം. അപ്പോൾ നമുക്കിതൊരു പപ്പടത്തിൻ്റെ ഷേപ്പിൽ അത്ര വേണം നമുക്കിത് പരത്തിയെടുക്കാൻ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇതേപോലെ ബോളാക്കി വെക്കാൻ. അപ്പോൾ ഇതേപോലെ എല്ലാം ഒന്ന് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലത്തെ ഒന്ന് എടുത്തിട്ട് നമുക്ക് ഗോതമ്പ് പൊടിയിലൊന്ന് ഇതേപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് പൂരിയൊക്കെ ചെയ്യുന്ന ആ ഒരു സൈസിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മാക്സിമം പറ്റാവുന്ന അത്ര നമുക്ക് തിന്നായിട്ട് പരത്തി കൊടുക്കണം. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പരത്തിയതിന് ശേഷം നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ അത് പൊങ്ങി വരും, നമ്മൾ പൂരിയൊക്കെ ചെയ്യുമ്പോൾ പൊങ്ങി വരുന്ന പോലെ. അപ്പോൾ ഇതേപോലെ ഒന്ന് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ പരത്തിയതിന് ശേഷം നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ ഫോർക്ക് വെച്ച് ചെയ്യാം. അപ്പോൾ ഒട്ടും തന്നെ നമുക്ക് പൊങ്ങി വരില്ല, നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ബാക്കിയിരിക്കുന്ന എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം ഓയിലൊന്ന് ചൂടാക്കാനായിട്ട് വെക്കണം. ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഓയിൽ ഇപ്പോൾ ഇതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഈ ചൂടായിരിക്കുന്ന ഓയിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഫ്ലെയിം നമ്മൾ കുറച്ച് വെക്കണം, അതല്ലെങ്കിൽ ഇത് ഇട്ട് വഴി തന്നെ ഒരു സൈഡ് നന്നായിട്ട് കളർ മാറിപ്പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. അപ്പോൾ ഇനി ഇതേപോലെ നമുക്ക് രണ്ട് സൈഡും നന്നായിട്ട് നമുക്ക് മുരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒട്ടും തന്നെ പൊങ്ങി വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അതേപോലെ ഫോർക്ക് വെച്ച് ചെയ്യുക കാരണമാണ്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയിരിക്കുന്നതൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് പപ്പടം തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാതും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. മാത്രമല്ല നമുക്കൊരു 10-15 നാൾ വരെ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും അതുപോലെ വലിയവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അപ്പോൾ ഈ ഒരു ക്രിസ്പി ആയിട്ടുള്ള പപ്പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ പപ്പടം നമുക്ക് ഒന്നുകൂടി ഒന്ന് ടേസ്റ്റി ആക്കി കഴിച്ചാലോ. അതിന് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാളയാണ്. അപ്പോൾ ഇതിട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ കുരു എല്ലാം കളഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല പച്ച പേരക്കയാണ്. അപ്പോൾ അതിൻ്റെ കുരു എടുത്തിട്ടില്ല. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ പേരക്കയ്ക്ക് പകരം നമുക്ക് കുക്കുംബർ ചേർത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ചാട്ട് മസാല, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം നാരങ്ങ, അപ്പോൾ അതിൻ്റെ ഒരു ജ്യൂസ് കൂടി ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം നാരങ്ങയുടെ നീര്, അപ്പോൾ അത്രയും മതി. അടുത്തായിട്ട് നമ്മളിതിലേക്ക് ഇപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പപ്പടം പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പപ്പടത്തിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നമുക്കിപ്പോൾ 2-3 ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.